Hi friends, welcome back to the yet another video of Bala's World. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങാച്ചാറാണ്. ഇതിനായി ഞാനിവിടെ 4 കിലോ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അരിഞ്ഞു വെച്ച മാങ്ങയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇവിടെ ഞാൻ 9 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് 6 പച്ചമുളക് ചെറുതായി അരിഞ്ഞു ചേർക്കുക. എല്ലാം ഇളക്കി യോജിപ്പിച്ച് 2 മണിക്കൂറോ അതിൽ കൂടുതലോ റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്. അച്ചാർ ഉണ്ടാക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പായി 20 ഈത്തപ്പഴം ചൂടുവെള്ളത്തിൽ കുതിർത്തി വെക്കേണ്ടതാണ്. അച്ചാർ ഉണ്ടാക്കുന്നതിനായി ഉരുളി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം കടുക്, ഉലുവ എന്നിവ ചേർക്കുക. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ചേർത്ത് പച്ചമണം മാറുന്നതുവരെ ഇളക്കേണ്ടതാണ്. ശേഷം 5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 10 ടീസ്പൂൺ മുളക് പൊടി, 4 ടീസ്പൂൺ കായപ്പൊടി എന്നിവ ചേർത്ത് ഇളക്കി നന്നായി യോജിപ്പിക്കുക. ഇതിലേക്ക് നേരത്തെ കുതിർത്തി വെച്ച ഈത്തപ്പഴം യോജിപ്പിക്കുക. ശേഷം അരിഞ്ഞു വെച്ചിരുന്ന മാങ്ങ അച്ചാർ മസാലയിലേക്ക് ചേർത്ത് നല്ലവണ്ണം യോജിപ്പിച്ചിളക്കുക. ഇതിനു ശേഷം ഫ്ലെയിം ഓഫാക്കി 2 കപ്പ് വിനാഗിരി ചേർത്ത് ഇളക്കി മാറ്റി വയ്ക്കുക. ചൂടാറിയതിനു ശേഷം ഈർപ്പമില്ലാത്ത ഭരണിയിലോ ചില്ലുകുപ്പിയിലോ അടച്ചു വെച്ച് 5 ദിവസങ്ങൾക്ക് ശേഷം ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. കൂടുതൽ ഗ്രേവി ആവശ്യത്തിന് 2 കപ്പ് ചൂടുവെള്ളം ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിക്കേണ്ടത് ഫ്ലെയിം ഓഫാക്കുന്നതിൻ്റെയും വിനാഗിരി ഒഴിക്കുന്നതിൻ്റെയും മുൻപായാണ്. See you with another video. Thanks for watching.